700 കിലോമീറ്റർ നീളമുള്ള ആരവല്ലി പർവ്വതനിരകൾ ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. ആരവല്ലി നശിച്ചാൽ ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾ മരുഭൂമിയായി മാറും. ആരവല്ലി കുന്നുകളുടെ 100 മീറ്റർ ഉയരെ നിർവചനം അംഗീകരിച്ച സുപ്രീം കോടതി വിധി ഡൽഹി, NCR, രാജസ്ഥാൻ, ഹരിയാന എന്നിവിടങ്ങളിൽ പുതിയ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. ഈ പുതിയ നിർവചനം ആരവല്ലിക്കുന്നുകളുടെ ഏകദേശം 90% ഖനനം, കുഴിക്കൽ, വനനശീകരണം എന്നിവയ്ക്ക് നിയമപരമായി വിധേയമാകുമെന്ന് പരിസ്ഥിതി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വലിയ തോതിലുള്ള ഖനനം വടക്കേ ഇന്ത്യയിലുടനീളം വായു മലിനീകരണം, ജലക്ഷാമം, ജൈവ വൈവിധ്യ നഷ്ടം, വർദ്ധിച്ചു വരുന്ന താപനില എന്നിവ കൂടുതൽ വഷളാക്കും. നമുക്ക് നോക്കാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ തരത്തിൽ വിവാദമുണ്ടായിരിക്കുന്ന എന്താണ് ഈ ആരവല്ലിക്കുന്നുകളെന്ന് ക്ഷമിക്കണം. ഉത്തരേന്ത്യയുടെ ഹരിത കോശമാണ് ഈ ആരവല്ലി കുന്നുകൾ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകളിൽ ഒന്നാണ് ആരവല്ലികൾ. ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ 4 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ആരവല്ലികൾ വളരെ കാലങ്ങളായി ഈ കുന്നുകൾ ഉത്തരേന്ത്യയുടെ പച്ച ശ്വാസകോശമാണ്. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു വ്യാപനത്തിൻ്റെ സ്ഥലമായിട്ടാണ് ആരവല്ലികൾ. ഡൽഹി മുതൽ രാജസ്ഥാൻ വരെയുള്ള 700 കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതും ഉത്തരേന്ത്യയുടെ ഹരിത ശ്വാസകോശമെന്നും അറിയപ്പെടുന്നുണ്ട്. ആരവല്ലി മലനിരകളുടെ ഭാവിയെ ചൊല്ലിയുള്ള ആശങ്കകളാണ് സാമൂഹ്യ മാധ്യമങ്ങൾ നിറയെ. അതിന് കാരണം ആരവല്ലി കുന്നിനും മലനിരകൾക്കും സുപ്രീം കോടതി നൽകിയ പുതിയ നിർവചനമാണ്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയുടെ ശുപാർശ മുൻ ചീഫ് ജസ്റ്റിസ് BR ഗവായി, K വിനോദ് ചന്ദ്രൻ, NV അൻജാരിയ എന്നിവരടങ്ങുന്ന ബെഞ്ച് ഈ കഴിഞ്ഞ നവംബർ 20 ഉത്തരവ് അംഗീകരിക്കുകയും ചെയ്തു. ഇത് പ്രകാരം തറനിരപ്പിൽ നിന്ന് 100 മീറ്ററോ അതിൽ കൂടുതലോ ഉയരത്തിലുള്ള കുന്നുകൾ ആരവല്ലിക്കുന്നിൻ്റെ നിർവചനത്തിൽ വരും. നോക്കൂ, ഹിമാലയത്തേക്കാൾ പഴക്കമുള്ള ആരവല്ലിയിലെ കുന്നുകൾ ഇനി മുതൽ കുന്നുകളല്ല, തീരുമാനിച്ചത് സുപ്രീം കോടതിയാണ്. ഡൽഹി മുതൽ രാജസ്ഥാൻ വരെയുള്ള 700 കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന വടക്കൻ മേഖലയുടെ സംരക്ഷണ കവചം, ഹരിതശ്വാസകോശമെന്നും അറിയപ്പെടുന്ന ആരവല്ലി മലനിരകൾ പ്രതിസന്ധിയിലാണ്. സുപ്രീം കോടതി അംഗീകരിച്ച ഈ നിർവചനം ആരവല്ലിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമോ എന്നാണ് പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും പറയുന്നത്. എന്താണ് ആരവല്ലി വിവാദമെന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നോക്കൂ, 500 മീറ്റർ ദൂരപരിധിക്കകത്ത് 2 അതിലധികമോ വരുന്ന ഇത്തരം ആരവല്ലി കുന്നുകളെ ചേർത്ത് ആരവല്ലി മലനിരകളായി കണക്കാക്കും. ഈ നിർവചനത്തിനകത്ത് പെടാത്തവയൊന്നും ആരവല്ലി കുന്നുകളല്ല. ആരവല്ലി കുന്നിനും മലനിരകൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള കർശനമായ ഖനന വിലക്ക് കുന്നല്ലാത്തവയ്ക്ക് ബാധകമാക്കേണ്ടി വരും. അതിനാൽ ഖനന മാഫിയയ്ക്ക് ഇഷ്ടം പോലെ വിളവെടുക്കാമെന്ന ആശങ്കയിലാണ് പരിസ്ഥിതി സ്നേഹികൾ പങ്കുവെക്കുന്നത്. ആരവല്ലിയുടെ 90% ഭാഗവും പുതിയ നിർവചന പരിധിക്ക് പുറത്താക്കും. കാരണം അവയേറെയും പുൽമേടുകളും കുറ്റിച്ചെടികളും ചെറിയ കുന്നുകളുമാണ്. ആരവല്ലിയുടെ പ്രത്യേകത എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, കുന്നുകളേറെയും 100 മീറ്ററിൽ താഴെ മാത്രമേ ഉള്ളൂ. ഭൂരിഭാഗത്തിൻ്റെയും ഉയരമെന്ന് പറയുന്നത് ശരാശരി 20 മീറ്റർ ഉയരം മാത്രമാണ് ഇതിന് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നിത്യഹരിത കവചം, അതായത് താർ മരുഭൂമിയിലെ പൊടിക്കാറ്റിൽ നിന്ന് രാജ്യതലസ്ഥാന മേഖലയെ, അതായത് ഡൽഹിയെ സംരക്ഷിക്കുന്ന ഹരിത കവചമാണ് ഈ കുന്നുകൾ എന്ന് പറയുന്നത്. അതേ അപ്പാടെ തകർക്കപ്പെടുമെന്നാണ് വിവിധ സാമൂഹ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറയുന്നത്. ശൈത്യകാലത്ത് ഡൽഹിയുടെ അന്തരീക്ഷത്തെ വിഷമമയമാക്കുന്ന കറുത്ത പുകയ്ക്കും മീതെ ഭീതിയുടെ പുതിയ കരിമ്പടം വലിച്ചിട്ടിരിക്കുകയാണ് ആരവല്ലി വിവാദം എന്ന് പറയുന്നത്. ആരവല്ലിയുടെ പ്രത്യേകത, ഇതിലെ കുന്നുകളേറെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 100 മീറ്ററിൽ താഴെ മാത്രമുള്ളവയെന്നാണ്. ഭൂരിഭാഗത്തും ഉയരം ശരാശരി 20 മീറ്റർ വരെയാണ്. അതായത് അത് വലിയ തലത്തിൽ പുതിയ നിർവചനം വരുമ്പോൾ ഖനന മാഫിയയ്ക്കൊരു ചാകരയായി മാറുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ആരവല്ലിയുടെ ശോഷണം വലിയ കാലാവസ്ഥാ ദുരന്തങ്ങൾക്കും ഗുരുതരമായ വരൾച്ചയ്ക്കും വഴിയൊരുക്കിയേക്കാം. ആരവല്ലിയുടെ ഏതാണ്ട് 60% ഖനന മാഫിയയ്ക്കായി തുറന്നു കൊടുക്കപ്പെടുമെന്ന ഇപ്പോഴത്തെ സ്ഥിതിയും ഉണ്ട്. അത് പരിസ്ഥിതിവാദികളും സാമൂഹ്യ പ്രവർത്തകരുമൊക്കെ അത് തുറന്നു കാട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. രാജസ്ഥാനിൽ ആരവല്ലിയുടെ സംരക്ഷണമെന്ന മുദ്രാവാക്യമുയർത്തി പരിസ്ഥിതി സ്നേഹികൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്.
500 മീറ്റർ പരിധിയിലെ 2 കുന്നുകൾ മാത്രമല്ല, അവയ്ക്കിടയിൽ വരുന്ന പ്രദേശമൊക്കെ സംരക്ഷണ പരിധിയിൽ വരും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അങ്ങനെയാണ് എടുത്തു പറയുകയും ചെയ്യേണ്ടത്. നോക്കൂ, നദികളുടെ നാഡിയാണ് ഈ കുന്നുകൾ എന്ന് പറയുന്നത്. ചമ്പൽ, സബർമതി, ലൂനി നദികളിൽ നീരുറവ നിലനിർത്താനും ഈ മലനിരകൾ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും കോടതിയിൽ വലിയ തരത്തിലുള്ള വ്യവഹാരങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. പരിസ്ഥിതി ആശങ്കകൾ ഉണ്ട്. ഈ പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി ആശങ്കകൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് താർ മരുഭൂമി ഡൽഹിയിലേക്ക് വ്യാപിക്കുന്നത് അവ തടയുന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ജലം വീണ്ടും നിറയ്ക്കുന്ന ഒരു ഭീമൻ സ്പോഞ്ചായി കുന്നുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഇല്ലാതാകും. മലിനീകരണ നിയന്ത്രണം, വനമേഖലയിലെ പൊടി പടലങ്ങൾ കൂടാൻ കാരണമാകും എന്നുള്ളതൊക്കെയാണ് ഇതിൽ എടുത്ത് പറയേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട വിവാദം സുപ്രീം കോടതിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത് എന്നൊക്കെ കൃത്യമായി ഇപ്പോൾ നമുക്കറിയാം. അതിനായി എന്നോടൊപ്പം ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും രശ്മി ജയദാസ്. രശ്മി, നോക്കൂ, വലിയ തരത്തിലുള്ള വിവാദത്തിലാണ് ഇപ്പോൾ ഈ ആര്യവല്ലി കുന്നുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അതില്ലാതാക്കുന്നതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമവ്യവഹാരങ്ങൾ എന്തെല്ലാമായിരുന്നു? എപ്പോൾ മുതലാണ് ഈ നിയമവ്യവഹാരങ്ങൾ സുപ്രീം കോടതിയിൽ ആരംഭിച്ചത്? അതിന്റെ വിശദാംശങ്ങൾ. അജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകളിലൊന്നാണ് ആര്യവല്ലി. നിലവിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു വിധി ആര്യവല്ലിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. സുപ്രീം കോടതി 2005 ഡിസംബറിലാണ് ഈ പുതിയ വിധി പുറപ്പെടുവിപ്പിക്കുന്നത്. 2024 ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഇടക്കാല ഉത്തരവും സുപ്രീം കോടതി പുറപ്പെടുവിപ്പിച്ചിരുന്നു. എന്നാൽ ഇതിനെ മറികടന്നാണ് മറ്റൊരു ഉത്തരവ് കൂടി നിലവിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ഉത്തരവ് എന്താണെന്ന് നമ്മൾ കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായും 3 ഉത്തരവുകളാണ് ഈ വിധിയിലൂടെ സുപ്രീം കോടതി പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യമായത് ആര്യവല്ലി മലനിരകൾക്ക് കൃത്യമായ ഒരു നിർവചനം കൊണ്ടുവരിക എന്നതാണ് ആദ്യത്തെ സുപ്രധാനമായ വിധി. രണ്ടാമതായി ആര്യവല്ലിക്ക് വേണ്ടി ഒരു പ്രത്യേക മാനേജ്മെന്റ് പ്ലാൻ രൂപീകരിക്കണം. സുസ്ഥിര വികസനത്തിനായിട്ടുള്ള ഒരു മാനേജ്മെന്റ് പ്ലാനാണിത്. ഈ പ്ലാൻ അനുസരിച്ചായിരിക്കും ആര്യവല്ലിയിൽ ഏതെല്ലാം രീതിയിൽ ഖനനം നടത്തുന്നതെന്ന് പിന്നീട് തീരുമാനിക്കുക. കൂടാതെ നിലവിൽ ഖനനം നിയന്ത്രിച്ചിരിക്കുകയാണ്. ഇനി കൂടുതൽ ഖനനത്തിന് അനുമതി നൽകുന്നില്ല. ഈ മാനേജ്മെന്റ് പ്ലാൻ എത്തിയാൽ മാത്രമേ ഖനനത്തിന് അനുമതി നൽകൂ എന്നാണ് സുപ്രീം കോടതി വിധിയിലൂടെ പറയുന്നത്. നിലവിൽ നമ്മൾ ഈ വിധി പരിശോധിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ വിധിയിൽ യാതൊരു കുഴപ്പവും നമ്മൾ കാണുന്നില്ല. എന്നാൽ കൂടുതൽ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യമായി നിർവചനം എന്താണെന്ന്, ആര്യവല്ലിയിലെ നിർവചനം, സുപ്രീം കോടതി മുന്നോട്ട് വെച്ച നിർവചനം എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ 2024 ആര്യവല്ലിക്ക് ഒരു ഏകീകൃതമായ ഭൂപ്രകൃതി നിർവചനം ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി തന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഈ കമ്മിറ്റിയിൽ ആരൊക്കെയാണുള്ളത് നോക്കിയാൽ പരിസ്ഥിതി മന്ത്രാലയത്തിലെ സെക്രട്ടറി, കൂടാതെ ഈ ആര്യവല്ലി മലനിരകൾ കടന്നുപോകുന്ന സംസ്ഥാനങ്ങളിലെ പരിസ്ഥിതി സെക്രട്ടറിമാർ, ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ, ഫോറസ്റ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവ അടങ്ങുന്ന ഒരു ഭരണസമിതിയായിരുന്നു ഈ കമ്മിറ്റിയിലുണ്ടായിരുന്നത്. ഈ കമ്മിറ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ് നിലവിൽ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നത്. ഈ നിർദ്ദേശം അനുസരിച്ച് 100 മീറ്ററിന്, അജി നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ തന്നെ 100 മീറ്ററിന് മുകളിലുള്ള കുന്നുകൾ ഭൂപ്രകൃതി ആര്യവല്ലി മലയായി കണക്കാക്കില്ല എന്ന് തന്നെയാണ് ഈ നിർവചനം പറയുന്നത്. രാജസ്ഥാനായിരുന്നു നിലവിൽ ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഈ ഒരു ഏകീകൃതമായ നിർവചനമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 2006 റിച്ചാർഡ് കമ്മിറ്റി നിർദ്ദേശപ്രകാരം അനുസരിച്ചാണ് രാജസ്ഥാൻ ഈ ഒരു നിർദ്ദേശം നടപ്പിലാക്കി ആര്യവല്ലി കുന്നുകൾക്ക് ഈ ഒരു നിർവചനം നടത്തിയിരുന്നത്. എന്നാൽ ഈ നിർവചനത്തെ മറ്റ് സംസ്ഥാനങ്ങളും കൂടി അംഗീകരിച്ചതോടുകൂടിയാണ് ഈ നിർവചനം നടപ്പിലായിരിക്കുന്നത്. ഈ നിർവചനമാണ് വിധിയിലെ ഏറ്റവും ഗുരുതരമായ പ്രശ്നമായി സാമൂഹിക പ്രവർത്തകരും പരിസ്ഥിതി സംഘടനകളും ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ കേന്ദ്ര സർക്കാർ പറയുന്നത് ആര്യവല്ലി കുന്നുകളിൽ ശരി, സമയപരിമിതി ഉണ്ട് രശ്മി, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഇടപെട്ടത്. ഏതായാലും കൃത്യമായി തന്നെ കോടതിയിൽ നടന്ന കാര്യങ്ങൾ, നിയമവ്യവസ്ഥകൾ, ഇതുമായി ബന്ധപ്പെട്ട നിയമത്തിന്റെ വ്യവഹാരങ്ങളെല്ലാം തന്നെയും രശ്മി ന്യൂസ് ഡെസ്കിൽ നിന്നും പങ്കുവെക്കുകയായിരുന്നു.